ഫെബ്രുവരി 9 റിലീസായ പ്രേമലുവും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ രണ്ട് ചിത്രങ്ങളും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവുമായി കുതിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് പ്രേമലു എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. നസ്രീനും മമിത ബൈജുവും പ്രധാന കഥാപാത്രങ്ങളായി ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ചിത്രം മികച്ച കളക്ഷനുമായി കുതിക്കുകയാണ്. ആദ്യ ദിവസം 90 ലക്ഷം മാത്രമായിരുന്നു ചിത്രത്തിൻ്റെ കളക്ഷനെങ്കിൽ പിന്നെയുള്ള ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടുന്നതാണ് കണ്ടത്. രണ്ടാം ദിവസം 1,90,00,000 മൂന്നാം ദിവസം 2,70,00,000 ചിത്രത്തിന് കളക്ട് ചെയ്യാനായി. ഇപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എടുത്തു നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ആകെ കളക്ഷൻ 10 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. ഡാർവിൻ കുര്യാക്കോസിന്റെ ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തുവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനുമായി മുന്നേറുകയാണ്. പ്രേമലുവിന്റെ അടുത്തെത്തിയില്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്തു തന്നെയുള്ള കളക്ഷൻ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിനുമുണ്ട്. ഏകദേശം 8 കോടിയോളമാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് ചിത്രങ്ങളിലും ഏത് ചിത്രമായിരിക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുക എന്ന് വരും ദിവസങ്ങളിലെ ഒക്കുപ്പൻസിയെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ആരായിരിക്കും ഈ ഒരു ബോക്സ് ഓഫീസ് റേസിൽ വിജയിക്കുക എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്തതായി 2 OTT അപ്ഡേറ്റ്സ് ആണ്. ജനുവരി 11 റിലീസായ മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത മമ്മൂട്ടി, ജയറാം, അനശ്വര രാജൻ, ജഗദീഷ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു എബ്രഹാം ഓസ്ലർ. ചിത്രത്തിൻ്റെ OTT അപ്ഡേറ്റ്സിനെ കുറിച്ച് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. ചിത്രം തിയേറ്ററിൽ നിന്നും ഏകദേശം 50 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈമാണ് ചിത്രത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ OTT സ്ട്രീമിംഗ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം ഫെബ്രുവരി മാസത്തിൽ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മോഹൻലാൽ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വലിവൻ. ആ ദിവസം നെഗറ്റീവ് റിവ്യൂ ആണ് ചിത്രത്തിന് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് വളരെ മികച്ച റെസ്പോൺസ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചിരുന്നു. എന്നിരുന്നാലും ചിത്രം തിയേറ്ററുകളിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു കളക്ഷൻ നേടാൻ പറ്റിയില്ല. ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രത്തിന് 20-25 കോടിക്കടുത്ത് മാത്രമാണ് കളക്ഷൻ നേടാൻ പറ്റിയത്. എന്തായാലും ഇപ്പോൾ ചിത്രത്തിൻ്റെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റി കൃത്യമായിട്ട് വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ഫെബ്രുവരി മാസം അവസാനം ചിത്രത്തിൻ്റെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.